പറയാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ലീഡ്സ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ലീഡ്സ് ടു ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. ഇത് എഡ്യൂക്കേഷനിലും ഹെൽത്തിലേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യും, ഡെവലപ്പ് ഇൻക്രീസ് ചെയ്യും. കാരണം നമുക്കറിയാം ഒരു രാജ്യത്തെ ജനതയ്ക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജനത മുന്നേറും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ ആ ജനതയ്ക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകുന്ന ആരോഗ്യ സംരക്ഷണ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഉത്പാദനക്ഷമത കൂടും. ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഈസ് ഡിസൈറബിൾ ഇൻ ദംസെൽസ്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷനും ഹെൽത്തും ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിസൈറബിൾ ആയിട്ട് രാജ്യത്തൊരു എക്കണോമിക് ഗ്രോത്ത് ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇറ്റ് ഇംപ്രൂവ് ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ വെൽഫെയർ എന്ത് ചെയ്യും, കൂടുതൽ ഇംപ്രൂവ് ചെയ്യും. മോഡേൺ എക്കണോമിക് ഗീവ്സ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. അതുകൊണ്ടാണ് ആധുനിക സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നേറണമെന്നുള്ള ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത്. അടുത്ത ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ഗ്രേറ്റ് പ്രോസ്പെർസ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ റിസൾട്ടാണ്, ഏതിൻ്റെയൊക്കെ ഇതാണ് നമുക്കറിയാം, ആകെ തുകയാണ് നമുക്കറിയാം. ഏതിൻ്റെ? ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, നമുക്കറിയാം വേറെ രാജ്യത്തെ കുടിയേറി പാർക്കുന്നത്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകെ സത്താണ്, അല്ലെ ആകെ ടോട്ടലാണ് ഏത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. നമുക്കറിയാം പബ്ലിക്കും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും നിലനിൽക്കുന്ന എഡ്യൂക്കേഷനിലും ഹെൽത്തിലുമാണ്, അല്ലേ? നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസമോ അതേപോലെ തന്നെ ആരോഗ്യരംഗമോ ആയിരിക്കും അവർ കൈയേറുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബട്ട് മേജർ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കം ഫ്രം സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. നമുക്കറിയാം മേജർ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിൽ തന്നെ ലോക്കൽ ഗവൺമെൻറ് പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? അതുപോലെ ഹെൽത്ത് കെയർ സെൻ്ററൊക്കെ, പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററൊക്കെ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലായി നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ 3 ഏജൻസികൾ, സെൻട്രലും സ്റ്റേറ്റും ഗവൺമെൻറ്റുകളുടെയും മേൽനോട്ടത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവർ നടത്തുന്നത്. Primary education and healthcare are areas in which market mechanism does not function effectively. നമുക്കറിയാം പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആർ ഏരിയാസ് ഇൻ വിച്ച് മാർക്കറ്റ് മെക്കാനിസം ഡസ് നോട്ട് ഫങ്ഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ നമ്മൾ പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യത്തില്ല, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ, അതേപോലെ തന്നെ പ്രൈമറി ആയിട്ടുള്ള ഹെൽത്ത് കെയറും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മെക്കാനിസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. Therefore, the government play an important role. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ രംഗത്ത് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ മേജോറിറ്റി റോളും അല്ലെ കൈകാര്യം ചെയ്യുന്നത്. In the private sector area of government ensure that private sector adheres to standards stipulated by the government. പ്രൈവറ്റ് സെക്ടർ ഈ രംഗത്തുണ്ടെങ്കിലും അവരെ നിയന്ത്രിക്കുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. നമുക്കറിയാം കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് എക്കോണമി താഴ്ന്ന രീതിയിലേക്ക് പോകുന്നതാണ്ടില്ലേ. അപ്പം ജനങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക്. അതിന് ഫാക്ടറി റെഗുലേറ്ററി ബോഡീസ്, എഡ്യൂക്കേഷൻ നിയന്ത്രിക്കുന്ന കുറേ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. In India, we have the ministries of education at the central and state level to regulate the educational sector. നമുക്കറിയാം ഇന്ത്യയിൽ ഇതിന് മിനിസ്ട്രീസ് ഉണ്ട്. അപ്പം ഇതിന് എന്ത് ചെയ്യുന്നു, മന്ത്രി തല ഇതുണ്ട്, മന്ത്രി മേഖലകളിൽ സ്റ്റേറ്റിലും സെൻട്രലിലും എന്തുണ്ട്, ഇതിനെ നിയന്ത്രിക്കാനുള്ള റെഗുലേറ്റിംഗ് ബോഡീസ് ഉണ്ട് എഡ്യൂക്കേഷൻ രംഗത്ത്. There are other regulatory bodies ഏതൊക്കെയാണ്? NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതാണ് NCERT കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ല NCERT ടെസ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അടുത്ത UGC ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ നേതൃത്വം. അടുത്ത AICTE ഉണ്ട്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സാങ്കേതിക രംഗത്തുള്ള എഡ്യൂക്കേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി AICTE ഉണ്ട്. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആൻഡ് നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, അല്ലേ? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നല്ലോ അതൊക്കെ. In December 2009, the Government of India enacted Right to Education Act to make a free education a fundamental right of all children in the age group of 6 to 14. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാക്കി മാറ്റി 2009 നിയമപ്രകാരം. ക്ലിയറായോ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എഡ്യൂക്കേഷൻ അവൻ്റെ അവകാശമോ, അല്ല അവനെ നീ പഠിക്കാൻ പോകണ്ടെന്നും പറഞ്ഞൊന്ന് വീട്ടിൽ പിടിച്ച് അച്ഛനും അമ്മയ്ക്ക് നിർത്താൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? പണ്ടത്തെ കാലത്ത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പഠിക്കാൻ പോകണ്ട, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് അങ്ങനെ പറ്റത്തില്ല. ഇത് അവൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവൻ്റെ അവകാശമാക്കി മാറ്റി. ആ നിയമം വന്നതോടുകൂടി 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള ഇന്ത്യയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലെത്തിയിരിക്കണം, വിദ്യാഭ്യാസം നേടിയിരിക്കാം, പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിരിക്കാം. അടുത്ത ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷനാണ്. ദ ഗവൺമെൻറ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഇൻ എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ രംഗത്താണ്, വിദ്യാഭ്യാസ രംഗത്താണ്.
ദിസ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്പ്രസ് ഇൻ 2 ways. ഈ എക്സ്പെൻഡിച്ചർ 2 രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റ് ഓഫ് GDP. അപ്പോൾ ഈ 2 രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ബോത്ത് പെർസെൻറ്റേജ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് പെർസെൻറ്റ് ഓഫ് GDP ഹാസ് ബീൻ റൈസിങ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതനുസരിച്ച് പെർസെൻറ്റ് ഓഫ് GDP എന്ത് ചെയ്യും, കൂടും. മനസ്സിലാകുന്നത്. എഡ്യൂക്കേഷൻ രംഗത്ത് കൂടുതൽ ചിലവാക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, പുതിയ വിദ്യാഭ്യാസം പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യത്തുള്ളൂ, അത് പഠിച്ചിറങ്ങത്തുള്ളൂ. അപ്പോൾ ആ രംഗത്ത് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ GDP കൂടും. മനസ്സിലായി. സോഫ്റ്റ്വെയർ വരുന്നു, സോഫ്റ്റ്വെയർ രംഗത്തെ കൂടുതൽ വിദ്യാർത്ഥികൾ വന്നെങ്കിൽ സോഫ്റ്റ്വെയർ രംഗം ഡെവലപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും GDP വീണ്ടും കൂടും. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസിങ് ഡിപ്പോസിറ്റ് നടക്കുമ്പോൾ ഇൻക്രീസിങ് ഇൻ അവർ GDP, നമ്മുടെ രാജ്യത്തിൻ്റെ GDP വർദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വന്നേക്കാണ് 52-ൽ 0.64 ആയിരുന്നു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 7.92 ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മാർജിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഡ്യൂറിങ് 1952 ഡ്യൂറിങ് 1952 to 2012 വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻ എഡ്യൂക്കേഷൻ ആസ് പെർസെൻറ്റ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ റോസ് ഫ്രം 7.9 to 11.7. നമ്മൾ കമ്പയർ ചെയ്യുകയാണത്. സിമിലർലി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആസ് എ പെർസെൻറ്റ് ഓഫ് GDP റോസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ചിലവാക്കിയപ്പോൾ ഏത് രംഗത്തും GDP വർദ്ധിച്ചു എന്നുള്ളതാണ്. If we add the private expenditure too, then this figure would be much higher. അത്രയും വായിച്ചു നോക്കി.